അങ്ങനെ പറഞ്ഞു പറഞ്ഞ് കർക്കിടകം എത്തി. നല്ല വെയിലിന് ശേഷം കോരിച്ചൊരിയുന്ന മഴയോടുകൂടിയാണ് കർക്കിടകം സ്റ്റാർട്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിക്കുകയൊക്കെ ചെയ്ത് വിളക്കൊക്കെ വെച്ചു. മഴയത്ത് മൂടി പൊതച്ച് കിടക്കാൻ നല്ല സുഖമാണെങ്കിലും ആ മടിയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. പൊതുവേ രാവിലെ എഴുന്നേൽക്കാനായിട്ട് മടിയുള്ള കൂട്ടത്തിലാണ്. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ രാവിലെയൊക്കെ എഴുന്നേൽക്കാൻ പറ്റൂട്ടോ. കർക്കിടകം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഞാൻ ആലോചിച്ച് വെച്ചിരുന്നൊരു കാര്യമാണ് 1-ാം തീയതി അമ്പലത്തിൽ പോകണം എന്നുള്ളത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അമ്പലമാണിത്, കൂവാട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഒരുപാട് ഇവിടെ ഉണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോഴും വെക്കേഷൻ ടൈമിലും ഒക്കെ എപ്പോഴും വരാറുള്ള ഒരു ക്ഷേത്രമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാവർക്കും എന്നെ നന്നായിട്ടറിയാം. കാണാതിരുന്നാൽ എല്ലാവരും ചോദിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ ഇപ്പോൾ കുറേ ആയി വരാത്തത്. ഇവിടുത്തെ നമ്പൂതിരിയൊക്കെ മാറിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ മുറ്റത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ പുല്ലൊക്കെ പൊടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് അവിടുന്ന് അവിലും മലരും ഒക്കെ കിട്ടി മടങ്ങിട്ടോ. നല്ല മഴയുണ്ടായിരുന്നേ മടങ്ങുന്ന സമയത്ത്. വീട്ടിലെത്തി നോക്കിയപ്പോൾ മോൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിളിച്ചതുമില്ല, കുറച്ചുകൂടെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ചായപ്പണിയൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ പൊതുവേ ചായ കുടിക്കാറില്ല, പക്ഷേ അച്ഛനത് നിർബന്ധമാണ്. അതുകൊണ്ട് അച്ഛനൊരു ചായയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ അമ്മേനോട് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ കുളിച്ചിട്ട് അടുക്കളയിൽ കയറിക്കോ, നല്ലൊരു ദിവസമല്ലേ എന്ന്. അതുകൊണ്ട് ഞാൻ വരുമ്പോഴത്തേക്കും അമ്മ കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. രാവിലെ കുളിച്ചാൽ തന്നെ നമ്മൾ റിഫ്രഷ് ആവും. പിന്നെ ഈ മഴയൊക്കെ ഉള്ള സമയത്ത് കുളിക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഞാനിന്ന് നല്ല തണുത്ത വെള്ളത്തിലാണ് കുളിച്ചിട്ടുള്ളത്. അങ്ങനെ മോനെയൊക്കെ എഴുന്നേൽപ്പിച്ചു, ചായയൊക്കെ കൊടുത്തു. ചായ കൊടുക്കുന്ന ടൈമിൽ 1 2 3 ഒക്കെ എഴുതിപ്പിക്കുകയാണേ. ഇപ്പോൾ ഒന്ന് കൈയൊക്കെ വഴങ്ങി വരുന്നേ ഉള്ളൂ, എന്നാലും എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾ സ്കൂളിൽ പോകാൻ റെഡി ആയിരിക്കുകയാണ്. രാവിലെ നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് മോനെ അമ്പലത്തിൽ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. വന്നതിന് ശേഷം പ്രസാദമൊക്കെ തൊട്ട് കൊടുത്തു. അങ്ങനെ മോന് സ്കൂളിൽ വിട്ടതിന് ശേഷം മുറ്റത്ത് ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു. ഈ ചെമ്പരത്തി പെട്ടെന്ന് വളരുവേ. അപ്പോൾ വളർന്നു കഴിഞ്ഞാൽ കാട് പോലെയാവും. അതുകൊണ്ട് മേലഭാഗമൊക്കെ വെട്ടിക്കൊടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കൊടുക്കണം. എല്ലാത്തിൻ്റെയും ഞാനങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇത് മാത്രമല്ലായിരുന്നു, ഒരുപാടുണ്ടായിരുന്നേ. അതൊക്കെ വെട്ടി മാറ്റിയതാണ്. പിന്നെ കുറച്ച് ചെടികളൊക്കെ നടാനുണ്ടായിരുന്നു. മല്ലികയൊക്കെ നല്ലോണം പൊടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ മണ്ണിലേക്ക് ആഴ്ത്തി നട്ടിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ എത്ര ആൾക്കാർ കാണുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാനിത് ചെയ്യുന്നത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യാനും വോയിസ് കൊടുക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ നമ്മൾ വീണ്ടും എടുത്ത് കാണുമ്പോൾ ഒക്കെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നതും. പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ.